പീപ്പിൾ എക്സ്ക്ലൂസീവ് ബാർക്കോഴ കേസ് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം മാണിയുടെ ടൂർ ഡയറി ആവശ്യപ്പെട്ടു. 2014 മാർച്ച് 22, 29, ഏപ്രിൽ 2 തീയതികളിലെ യാത്രാ വിവരങ്ങളാണ് വിജിലൻസ് ആവശ്യപ്പെട്ടത്. മന്ത്രിസഭാ യോഗത്തിന്റെ മിനിറ്റ്സും വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാർക്കോഴ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക വിജിലൻസ് സംഘമാണ് KM മാണിയുടെ ടൂർ ഡയറി ആവശ്യപ്പെട്ടത്. ബാർ ഉടമകളായ സാജു ഡൊമിനിക്, അംബാസഡർ തങ്കച്ചൻ, ജോൺ കല്ലാട്ട് എന്നിവർ മന്ത്രിയുടെ പാലയിലെ വസതിയിൽ വെച്ച് 2 ദിവസങ്ങളിലായി 65 ലക്ഷം രൂപ കൈമാറിയെന്നും ബാക്കി 35 ലക്ഷം രൂപ ഏപ്രിൽ 2-ന് രാജ്കുമാർ ഉണ്ണി, അമ്പിളി എന്നിവർ ചേർന്ന് KM മാണിക്ക് കൈമാറിയെന്നുമാണ് ബിജു രമേശിൻ്റെ ആരോപണം. ഇതിൻ്റെ സാധുത പരിശോധിക്കുന്നതിനും ഇതേ ദിവസങ്ങളിൽ മന്ത്രി പാലയിലെയും തിരുവനന്തപുരത്തെയും വസതികൾ ഉണ്ടായിരുന്നോ എന്നറിയുന്നതിനുമാണ് മന്ത്രിയുടെ യാത്രാ വിവരങ്ങളടങ്ങിയ ടൂർ ഡയറി വിജിലൻസ് ആവശ്യപ്പെട്ടത്. ഒപ്പം മന്ത്രിസഭാ യോഗത്തിൻ്റെ മിനിറ്റ്സും വിജിലൻസ് ശേഖരിക്കും. 2014 മാർച്ച് 26 മന്ത്രിസഭാ യോഗത്തിൽ 418 ബാറുകളുടെ ക്ലാസിഫിക്കേഷൻ പദവി നൽകുന്നതിനിടെ നടന്ന ചർച്ചയിലാണ് ഇതിൻ്റെ നിയമവശം പരിശോധിക്കണമെന്ന് KM മാണി ആവശ്യപ്പെട്ടത്. മന്ത്രിസഭാ യോഗത്തിൽ KM മാണി ഇങ്ങനെ പറഞ്ഞുവോ എന്നറിയുന്നതിനാണ് മാർച്ച് 26 മന്ത്രിസഭാ യോഗത്തിൻ്റെ മിനിറ്റ്സും ക്യാബിനറ്റ് നോട്ടും ആവശ്യപ്പെടാൻ വിജിലൻസ് തീരുമാനിച്ചത്. 2014 മാർച്ച് 22-ന് 15 ലക്ഷവും മാർച്ച് 29-ന് 50 ലക്ഷവും പാലയിലെ വസതിയിൽ വെച്ച് കൊടുത്തുവെന്നും 3-ാം ഗഡുവായ 35 ലക്ഷം തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ച് കൈമാറിയെന്നുമായിരുന്നു ബിജു രമേശിൻ്റെ ആരോപണം. ബാർക്കോഴ കേസിൽ വിജിലൻസിൻ്റെ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ടൂർ ഡയറിയും മന്ത്രിസഭാ യോഗത്തിൻ്റെ മിനിറ്റ്സും ആവശ്യപ്പെടാൻ വിജിലൻസ് തീരുമാനിച്ചത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. KM മാണിയുടെ ആവശ്യത്തിന് കോൺഗ്രസ് വഴങ്ങി. UDF മധ്യമേഖലാ ജാഥകൾ മാറ്റിവെച്ചു. മാറ്റിവെച്ച മധ്യമേഖലാ ജാഥ 27-നടക്കും. യോഗത്തിൽ വീരേന്ദ്രകുമാർ പങ്കെടുത്തില്ല. ജാഥയുടെ തീയതിയിൽ മാത്രമേ മാറ്റമുള്ളൂ. ബാക്കിയെല്ലാം തീരുമാനിച്ചതുപോലെ നടക്കുമെന്ന് കൺവീനർ PP തങ്കച്ചൻ പറഞ്ഞു. ഘടകകക്ഷികളുടെ അനാവശ്യ പിടിവാശിക്ക് വഴങ്ങേണ്ടെന്ന KPCC തീരുമാനം മാണിയുടെ കടുംപിടുത്തത്തിന് മുന്നിൽ തട്ടിത്തകർന്നു. മാണിയുടെ പിടിവാശിക്ക് മുന്നിൽ മുട്ടുമടക്കി UDF മധ്യമേഖലാ ജാഥ മെയ് 27-ലേക്ക് മാറ്റിവെച്ചു. മുഴുവൻ ജാഥകളും മാറ്റണമെന്ന മാണിയുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിലും ജാഥ മാറ്റിയതിൽ UDF നേതാക്കൾക്ക് അമർഷമുണ്ട്. UDF യോഗത്തിനു മുമ്പ് പതിവില്ലാതെ നേതാക്കൾ KPCC-യിൽ ഒന്ന് ഒത്തുകൂടി. യോഗം കഴിഞ്ഞിറങ്ങുമ്പോൾ നേതാക്കളുടെ മുഖത്ത് കാണാമായിരുന്നു വിട്ടുവീഴ്ചയുടെ വല്ലാത്ത പിരിമുറുക്കം. UDF യോഗത്തിൽ ജാഥ മാറ്റിവെക്കാം, പക്ഷേ പുതുക്കിയ തീയതി KM മാണി തന്നെ നിശ്ചയിച്ചു തരണമെന്ന് കോൺഗ്രസ് ഉപാധി വെച്ചു. മെയ് 22, 23 എന്നീ തീയതികൾ പറഞ്ഞെങ്കിലും സമവായമുണ്ടായില്ല. തുടർന്ന് യോഗത്തിലെ മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായ ജോയ് എബ്രഹാം വിദേശത്തായ KM മാണിയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. തുടർന്ന് മധ്യമേഖലാ ജാഥ മെയ് 27-ന് നടത്താൻ തീരുമാനിച്ച് യോഗം പിരിഞ്ഞു. KM മാണിയുടെ വ്യക്തിപരമായ അസൗകര്യം നിമിത്തമാണ് ജാഥ മാറ്റിയതെന്ന് കൺവീനർ PP തങ്കച്ചൻ പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവ്, ഒരു സീനിയർ നേതാവ് വ്യക്തിപരമായിട്ട് അസൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ 2-3 ദിവസം മാറ്റി കഴിയുമ്പോൾ ഞങ്ങൾക്ക് അസൗകര്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി വന്ന പരിപാടി 25, 26 അസൗകര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നോക്കിയിട്ടാണ് ഈ 27-ാം തീയതി എന്നുള്ളത് സമ്മതിക്കേണ്ടി വന്നത്. KM മാണിയുടെ സൗകര്യം പരിഗണിച്ചാണല്ലോ നേരത്തെ മധ്യമേഖലാ ജാഥയുടെ ഉദ്ഘാടനം തീരുമാനിച്ചത്. എന്നാൽ അന്ന് പറയാത്ത എന്ത് അസൗകര്യമാണ് മാണി ഇപ്പോൾ പറയുന്നതെന്ന ചോദ്യത്തിന് ഒരു പുഞ്ചിരി മാത്രമായിരുന്നു PP തങ്കച്ചൻ്റെ പ്രതികരണം. ഈ ഒരാഴ്ച മാറ്റി വെക്കുന്നതോടെ മാണി സാറിന് എല്ലാ പ്രശ്നങ്ങളും തീരുള്ളൂ. ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് CF തോമസിനെ മാറ്റിയതായും പുതിയ ക്യാപ്റ്റനെ പിന്നീട് തീരുമാനിക്കുമെന്നും കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോയ് എബ്രഹാം പറഞ്ഞു. ജാഥയുടെ ക്യാപ്റ്റൻ CF തോമസ് നേരത്തെ തീരുമാനിച്ചിരുന്നു. തോമസ് സാറിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ തോമസ് സാറിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി പുതിയ ആളെ ഞങ്ങൾ നിർദ്ദേശിക്കും. ജാഥ പ്രയാണം 9 ദിവസത്തേക്ക് മാറ്റിവെപ്പിച്ചു എന്ന് KM മാണിക്കും വെല്ലുവിളിക്ക് പൂർണ്ണമായി വഴങ്ങിയിട്ടില്ലെന്ന് കോൺഗ്രസിനും ആശ്വസിക്കാം. ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള ഒറ്റമൂലിയായിട്ടാണ് ജാഥയെ UDF കണ്ടത്. എന്നാൽ ആ ഒറ്റമൂലി തന്നെ പ്രതിപ്രവർത്തനം നടത്തുന്നു എന്ന വൈരുദ്ധ്യത്തിനും രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. UDF പിരിച്ചുവരണമെന്ന് PC ജോർജ്. ഒരു ജാഥ നടത്താൻ പോലും കെട്ടുറപ്പില്ലാത്ത മുന്നണിക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്ന് PC ജോർജ് ചോദിച്ചു. 2 മാസം കൊണ്ട് കേരളത്തിൽ മുന്നണികൾ മാറി മറിയുമെന്നും PC ജോർജ് പറഞ്ഞു. ജാഥ 4 പറഞ്ഞിട്ട് ജാഥ ഇപ്പോൾ 3 മാനാഭിമാനം ഉണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് രാജിവെച്ച് പിരിയണം. അതാണ് ശരി. ഇന്നത്തെ UDF യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ അസ്വാഭാവികതയില്ലെന്ന് MP വീരേന്ദ്രകുമാർ. മേഖലായോഗം മാത്രം അജണ്ടയിൽ ഉള്ളതുകൊണ്ടാണ് UDF യോഗത്തിൽ പങ്കെടുക്കാത്തതെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. ഞാൻ ഇന്നലെ തങ്കച്ചനുമായിട്ട് സംസാരിച്ചു, സുധീരനുമായിട്ട് സംസാരിച്ചു, രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചു. മുഖ്യമന്ത്രിയോട് വിവരം പറയാൻ പറഞ്ഞു. അദ്ദേഹം ഇന്നലെ ജനസമ്പർക്ക പരിപാടിയിലായിരുന്നു. അവർ പറഞ്ഞത് ഒരു അജണ്ട മാത്രമേ ഉള്ളൂ. മാണി മേഖലാ ജാഥ 2 ദിവസം മാറ്റിവെക്കണം പറഞ്ഞിരുന്നു. ആ ഒരു ചർച്ച മാത്രമേ ഉള്ളൂ പറഞ്ഞു. അത് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വർഗീസ് ജോർജ് പങ്കെടുക്കും.
അങ്ങനെ സംസാരിച്ച് അവസാനിപ്പിച്ച കാര്യമാണ്. അതിലെന്താ കൊണ്ട് 2 ദിവസത്തെ CPM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയൻ, MA ബേബി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ സംഘടനാ ചുമതല സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കും. സംസ്ഥാന രാഷ്ട്രീയ സ്ഥിതിഗതികളും യോഗം ചർച്ച ചെയ്യും. കള്ളപ്പണ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് BJP നേതാവും പ്രമുഖ അഭിഭാഷകനുമായ രാംജത്ത് മലാനി. കള്ളപ്പണം തിരികെ കൊണ്ടുവരാൻ മോദി സർക്കാരിനാകില്ലെന്ന് രാംജത്ത് മലാനി സുപ്രീം കോടതിയിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റേത് താൽപ്പര്യമില്ലാത്ത നിലപാടെന്നും രാംജത്ത് മലാനി വ്യക്തമാക്കി. Sir, you were saying that the present government is also very reluctant to bring black money like the previous government, and you put some examples forward. Yes, absolutely. Have they recovered $1 within a whole year? And on the contrary, their party president says this is a jumla. So why don't you people press? Well, you will not publish this. Your bosses won't allow you because your bosses are bought. ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, BJPയുടെ പ്രമുഖ നേതാവ് തന്നെയായിട്ടുള്ള രാംജത്ത് മലാനിയാണ് മോദി സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, രാംജത്ത് മലാനിയാണ് കള്ളപ്പണ നിക്ഷേപം തിരികെ കൊണ്ടുവരണമെന്ന കേസിൽ, സുപ്രീം കോടതിയിലെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദി. ഇതുവരെ ആ കേസ് മുന്നോട്ട് കൊണ്ടുവന്നതും രാംജത്ത് മലാനി തന്നെയാണ്. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് പോലും സുപ്രീം കോടതിയുടെ ഇടപെടലുകളിലൂടെ നിർണായകമായ പല ഉത്തരവുകളും കള്ളപ്പണ നിക്ഷേപം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് രാംജത്ത് മലാനിക്ക് കേന്ദ്ര സർക്കാരിൽ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തു. അതേ തുടർന്ന് കേന്ദ്ര സർക്കാരിൽ വലിയൊരു സമ്മർദ്ദം ചെലുത്തി പല കാര്യങ്ങളും നടപ്പിലാക്കാൻ രാംജത്ത് മലാനി നടപടികൾ എടുക്കുകയും ചെയ്തു. പക്ഷേ NDA സർക്കാർ വന്നപ്പോൾ അക്കാര്യങ്ങളെല്ലാം മന്ദഗതിയിലായി പോയി. രാംജത്ത് മലാനിയൊക്കെ പ്രതീക്ഷിച്ചത് NDA സർക്കാരിന്റെ കാലത്ത് ഇക്കാര്യത്തിൽ അതിശക്തമായ നടപടികൾ ഉണ്ടാകും എന്നാണ്. പക്ഷെ അത്തരത്തിൽ യാതൊരു നടപടികളും ഉണ്ടായില്ല. ഇന്ന് സുപ്രീം കോടതിയിൽ ഈ കേസ് വാദത്തിനെടുത്തപ്പോൾ അക്കാര്യം രാംജത്ത് മലാനി പ്രത്യേകം എടുത്തു പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലത്ത് എന്തായാലും കള്ളപ്പണ നിക്ഷേപം ഒന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ സർക്കാരിന് അക്കാര്യത്തിൽ താല്പര്യമില്ല. കള്ളപ്പണക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പലരുടെ പേരുകൾ പോലും വെളിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ മടിക്കുന്നു എന്നാണ് രാംജത്ത് മലാനി സുപ്രീം കോടതിയിൽ വാദിച്ചത്. എന്ന് മാത്രമല്ല, രാംജത്ത് മലാനി ഇക്കാര്യം രേഖാമൂലം സത്യവാങ്മൂലമായി സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഈ സത്യവാങ്മൂലം സ്വീകരിച്ച സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. 2 ആഴ്ചക്കകം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ രേഖാമൂലം തന്നെ മറുപടി നൽകണം. BJP സർക്കാരാകട്ടെ കള്ളപ്പണ നിക്ഷേപം കൊണ്ടുവരുന്നു എന്ന നിരന്തരം പ്രസ്താവനകൾ നടത്തുന്നതിനിടയിലാണ് അവരുടെ തന്നെ മുതിർന്ന നേതാവും നിയമവിദഗ്ധനുമായ രാംജത്ത് മലാനി ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. സുരേഷ്, കള്ളപ്പണക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് BJP നേതാവും പ്രമുഖ അഭിഭാഷകനുമായ രാംജത്ത് മലാനി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. നേപ്പാളിനെയും ഇന്ത്യയെയും പിടിച്ചുകുലുക്കി വീണ്ടും ഭൂചലനം. നേപ്പാളിൽ 50ഓളം പേർ മരിച്ചതായാണ് പ്രാഥമിക വിവരം. ഇന്ത്യയിൽ മാത്രം 20ഓളം പേർ മരിച്ചു. നേപ്പാളിനെ കൂടാതെ അഫ്ഗാനിസ്ഥാനും ഇന്തോനേഷ്യയുമാണ് പ്രഭവ കേന്ദ്രം. നേപ്പാളിൽ പരക്കെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലും കൊച്ചിയിലും പ്രകമ്പനമുണ്ടായി. ഏപ്രിൽ 25-ന് നേപ്പാളിലുണ്ടായ വൻ ഭൂചലനത്തിന്റെ ഭീതി നിലനിൽക്കുമ്പോഴാണ് രാജ്യത്ത് നടുക്കി വീണ്ടും ഭൂമിയുലുങ്ങിയത്. ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റിനു തൊട്ടുതാഴെ നേപ്പാളിലെ കൊഡാരിയാണ് ഇത്തവണത്തെ ഭൂമിയുലുക്കത്തിന്റെ പ്രഭവ കേന്ദ്രം. കഴിഞ്ഞ തവണ ഭൂമിയുലുക്കമുണ്ടായ കാഠ്മണ്ഡുവിന് 83 കിലോമീറ്റർ സമീപത്താണ് കൊഡാരി. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തി. അതിശക്തമായ ഭൂചലനത്തിൽ നേപ്പാളിലും ഇന്ത്യയിലും മരണസംഖ്യ ഉയരുകയാണ്. ഇന്ത്യയിൽ ബീഹാറിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഇവിടെ മാത്രം 16ഓളം പേർ മരിച്ചു. ദില്ലി, ബീഹാർ, പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീസ സംസ്ഥാനങ്ങളിൽ റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രതയിൽ ഭൂമിയുലുങ്ങി. 7ഓളം തുടർചലനങ്ങളും രേഖപ്പെടുത്തി. ഇതേസമയം അഫ്ഗാനിസ്ഥാനിലും ഇന്തോനേഷ്യയിലും ഭൂമിയുലുക്കമുണ്ടായിട്ടുണ്ട്. നേപ്പാളിലെ ഭൂചലനമാണ് ഇന്ത്യയെ ബാധിച്ചത്. നേപ്പാളിൽ ആയിരക്കണക്കിന് പേർക്ക് കെട്ടിടം തകർന്ന് പരിക്കേറ്റു. ഭൂമിയുലുക്കത്തെ തുടർന്ന് നേപ്പാൾ പാർലമെന്റ് സമ്മേളനം നിർത്തിവെച്ചു. അംഗങ്ങളെ ഒഴിപ്പിച്ചു. കാഠ്മണ്ഡു വിമാനത്താവളം അടച്ചിട്ടു. ദില്ലിയിലും കൽക്കത്തയിലും മെട്രോയുടെ പ്രവർത്തനം അല്പസമയത്തേക്ക് നിർത്തിവെച്ചെങ്കിലും പിന്നീട് പുനരാരംഭിച്ചു. ഉയർന്ന കെട്ടിടങ്ങളിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിച്ചു. തുടർചലനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഭൗമശാസ്ത്ര കേന്ദ്രം ഡയറക്ടർ അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. जिस भी प्रकार की सहयोग की आवश्यकता होगी नेपाल के
बराबर भारत उसके लिए तैयार है। लोग पैनिक हैं दिल्ली में, खासतौर पर घरों से उतर आए हैं, घर पे नहीं जा रहे हैं, लोगों को ऐसा लग रहा है कि दोबारा कुछ तो नहीं, यहाँ पर किसी को पैनिक क्रिएट करने की कोशिश नहीं करनी चाहिए, ऐसा कोई संकट नहीं है। ഭൂചലനത്തെ തുടർന്ന് രാജ്യത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങിയിരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചിയിലും നേരിയ ഭൂചലനമുണ്ടായി. നേരത്തെ ഉണ്ടായ ഭാഗങ്ങളിൽ തന്നെ വീണ്ടും ഭൂചലനമുണ്ടായതിനാൽ നടുക്കം വിട്ടുമാറിയിട്ടില്ല. പലർക്കും ഭൂചലനത്തെ തുടർന്ന് നിരവധി പേർക്ക് തലകറക്കം അടക്കമുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. കടവന്ത്ര, കലൂർ, പനമ്പള്ളി നഗർ എന്നിവിടങ്ങളിലായിരുന്നു നേരിയ തോതിൽ ഭൂചലനമുണ്ടായത്. പനമ്പള്ളി നഗറിലെ സോളാർ കമ്മീഷൻ ഓഫീസിൽ PC ജോർജ് MLA മൊഴി നൽകുന്നതിനിടെയായിരുന്നു ചലനം. ഇതേ തുടർന്ന് സിറ്റിംഗ് നിർത്തിവെച്ച് ജസ്റ്റിസ് ശിവരാജൻ, PC ജോർജ്, അഭിഭാഷകർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരെല്ലാം 8ാം നിലയിൽ നിന്ന് ഇറങ്ങിയോടി. നേരത്തെയുണ്ടായ അതേ സ്ഥലങ്ങളിൽ വീണ്ടും ഭൂചലനമുണ്ടായതിന്റെ ഭീതിയിലാണ് ജനങ്ങൾ. കസേര നല്ലോണം കുലുങ്ങണ പോലെ ഞങ്ങൾക്ക് തോന്നി. ഓഫീസിലിരിക്കുമ്പോൾ ഫോൺ ചെയ്തോണ്ടിരിക്കരുത്, എന്നാലും കുലുങ്ങി ഞങ്ങൾ ഇറങ്ങി താഴത്തേക്ക് പോന്നു. തലകറക്കമടക്കമുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതായി അനുഭവസ്ഥർ പറയുന്നു. പെട്ടെന്നൊരു ചെറിയൊരു തലകറക്കം ഉണ്ടായി. അപ്പം മുമ്പ് ഇതുപോലെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് അത് ഭൂമിയിലേക്ക് വേണമെന്ന് സംശയം. അങ്ങനെയാണ് സഹപ്രവർത്തകരോട് ചോദിച്ച് സാറിനും ഒക്കെ അനുഭവപ്പെട്ടു എന്ന് പറയുന്നത്. പന്ന്യൻ രവീന്ദ്രൻ സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകുന്നതിനിടെയായിരുന്നു നേരത്തെ ഭൂചലനമുണ്ടായത്. തുടർന്നും സിറ്റിംഗ് അവസാനിപ്പിച്ചിരുന്നു. ബഹുനില കെട്ടിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയത് മണിക്കൂറുകളോളം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. തുടർചലന സാധ്യത കണക്കിലെടുത്ത് ഏറെ വൈകിയാണ് പലരും ഓഫീസുകളിലേക്കും വീടുകളിലേക്കും തിരിച്ചുപോയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് നാളെ മുതൽ 17 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 7 മുതൽ 13 സെന്റിമീറ്റർ വരെ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ജാഗ്രത പാലിക്കണമെന്ന് സർക്കാരിനോട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശിച്ചു. കേരളത്തിൽ നാളെ മുതൽ 5 ദിവസം ശക്തവും അതിശക്തവുമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. തെക്ക് നിന്നും വടക്കൻ ജില്ലകളിലേക്കാകും മഴ വ്യാപിക്കുക. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ 7 സെന്റിമീറ്ററിൽ കൂടുതൽ രേഖപ്പെടുത്തുന്ന ശക്തമായ മഴയ്ക്കും 13 സെന്റിൽ കൂടുതൽ രേഖപ്പെടുത്തുന്ന അതിശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ K. സന്തോഷ് പറഞ്ഞു. 3-4 ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാറ്റും ശക്തമായിട്ട് വീശാനുള്ള സാധ്യതയുണ്ട്. ന്യൂനമർദ്ദം രൂപം കൊള്ളുന്ന സമയത്ത് കാറ്റ് ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. മുന്നറിയിപ്പ് ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. കാറ്റിന്റെ തീവ്രതയും ശക്തിപ്പെടുമെന്ന് മുന്നറിയിപ്പുണ്ട്. കന്യാകുമാരി ഭാഗത്ത് രൂപപ്പെട്ട അന്തരീക്ഷ ചുഴിയുടെ ഭാഗമായാണിത്. ഇതിന്റെ ഭാഗമായി ലക്ഷദ്വീപ് ഭാഗത്ത് ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതേ തുടർന്ന് ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന് സർക്കാരിനോട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇത്തവണ കേരളത്തിൽ വേനൽ മഴ 53% അധികം ലഭിച്ചത്. എല്ലാ ജില്ലകളിലും അധികം മഴ ഇത്തവണ ലഭിച്ചു. വാർഷിക മഴയിലും 4% വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.